പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. വേദാസ്ഥ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ഉറക്കം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ ഒന്നാമത്തെ കാര്യം, ഉറക്കം നഷ്ടപ്പെടാൻ കാരണം രോഗം. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു, രാത്രിയോ ദീർഘിച്ചു കൊണ്ടിരിക്കും, വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി. യോബ് തൻ്റെ ജീവിതത്തിൽ രോഗത്തിലൂടെ കടന്നുപോയപ്പോൾ യോബ് പറയുകയാണ്, രാത്രി എനിക്ക് വളരെ ദീർഘമായി തോന്നുന്നു, ഞാൻ രാത്രി മുഴുവൻ കട്ടിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുകയാണ് ചെയ്യുന്നത്, എപ്പം നേരം വെളുക്കുമെന്നുള്ള ചിന്ത, അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതായി കാണാൻ കഴിയും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ദുഃഖം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണാൻ പറ്റും, ദാനിയേലിനെ ഹല്ലേലൂയ സിംഹക്കുഴിയിൽ ഇട്ട ശേഷം രാജാവ് വളരെ ദുഃഖമുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. ഉറക്കം അവനെ വിട്ടുപോയി. ഉറങ്ങാനുള്ള പല കാര്യങ്ങളും അവനവിടെ ചെയ്തു, എന്നാൽ ഉറക്കം അവനെ വിട്ടുപോയി. ദുഃഖം കാരണം നമ്മുടെ ഹല്ലേലൂയ ഉറക്കം നമ്മളെ വിട്ടുപോകാനിടയായിത്തീരും. മൂന്നാമത്തെ കാര്യം, ധനം. സഭാപ്രസംഗി 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ധനവാന്റെ സമൃദ്ധിയോ അവന് ഉറങ്ങുവാൻ സമ്മതിക്കുകയില്ല. അധികം ധനമുള്ള മനുഷ്യന് ഹല്ലേലൂയ നാളെ എന്തായി തീരും, ഇത് ആരെങ്കിലും കവർന്നു കൊണ്ടുപോവോ, ഞാൻ മരിച്ചാൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ പല ചിന്തകൾ അവനെ അലട്ടി. ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, വാർദ്ധക്യം. സഭാപ്രസംഗി 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ വാർദ്ധക്യത്തിലുള്ള ഒരു മനുഷ്യന് പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം പക്ഷി അലച്ചാലോ ഹല്ലേലൂയ എന്തെല്ലാം ഇവൻ അലാം അടിച്ചാൽ പോലും ചിലപ്പോൾ നാം എഴുന്നേൽക്കത്തില്ല. എന്നാൽ വാർദ്ധക്യത്തിൽ അങ്ങനെയല്ല. ഹല്ലേലൂയ സ്തോത്രം. അവന് ഉറക്കം വരാതെ ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷി കരയുന്ന കേട്ടാൽ പോലും എഴുന്നേൽക്കുന്ന അനുഭവം കടന്നു വരാം. ഹല്ലേലൂയ. വേദപുസ്തക അടിസ്ഥാനത്തിൽ 4 കാര്യങ്ങളിലാണ് അവന് ഉറക്കം നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അവന് ഹല്ലേലൂയ ഒന്നാമത്തെ കാര്യം രോഗം, രണ്ടാമത്തെ കാര്യം ദുഃഖം, മൂന്നാമത്തെ കാര്യം ധനം, നാലാമത്തെ കാര്യം വാർദ്ധക്യം. എന്നാൽ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയും, എൻ്റെ കർത്താവ് എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്, ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും. എൻ്റെ ദൈവമേ, നീയാണല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, എൻ്റെ ചുറ്റുപാടുകളുള്ള ഇതൊന്നും എന്നെ അലട്ടാതെ രാത്രി നല്ല ഉറക്കം എനിക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വചനപ്രകാരം പറയുന്നല്ലോ. അതിനാൽ നീ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമോ. ദൈവവൈദ്യൽ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നിനക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിയും. ഉറക്കം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനായി